മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തഹാവൂർ റാണ പിടിയിലായി. ഈ ആക്രമണത്തിൽ ഒരു മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ABC മലയാളത്തിൽ സാറ് പറഞ്ഞു. ആരാണ് ആ മന്ത്രി? എന്താണ്? കേരളത്തിൽ നിന്നുള്ളൊരു മന്ത്രിയാണ്. മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് പറയുന്നത് പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കുണ്ടെന്ന് സംശയിക്കാം. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമ്മുടെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്നുണ്ട്, അമേരിക്കൻ ജയിലിലാണ്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ യഥാർത്ഥ പേര് സയ്യിദ് ദാവൂദ് ഗിലാനി എന്നാണ്. അവിടെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ധരിക്കും ക്രിസ്ത്യാനിയാണെന്ന് ധരിക്കും. തഹാവൂർ റാണ എന്ന് പറയുമ്പോഴോ ഹിന്ദു ആണെന്ന് ധരിക്കും. ഇവർ രണ്ടുപേരും ISIയുടെ പ്രൊഡക്റ്റാണ്. രണ്ടുപേരും പാകിസ്ഥാനികളാണ്. പാകിസ്ഥാനിലെ മിലിറ്ററി സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരാണ്. എന്നിട്ട് ഇവർ കാനഡയ്ക്ക് പോകുന്നു, കനേഡിയൻ പൗരത്വം എടുക്കുന്നു. അങ്ങനെ വിദേശത്ത് പോയിരിക്കുന്ന ആളാണ്. ഇവർ രണ്ടുപേരും ISIയുടെ ഏജൻറ്റുമാരായിരുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്നു, സയ്യിദ് ദാവൂദ് ഗിലാനി എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നില്ല? തഹാവൂർ റാണ എന്ന് പറയുന്നു, തഹാവൂർ ഹുസൈൻ റാണ എന്നാണ് മുഴുവൻ പേരെന്ന് പറയുന്നില്ല. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ തഹാവൂർ ഹുസൈൻ റാണ നമ്മുടെ ദാവൂദ് ഗിലാനിയുടെ, അതായത് ഹെഡ്ലിയുടെ കൂട്ടുകാരാണ്. അപ്പോൾ ഗിലാനി എന്ന് പറയുന്ന ഹെഡ്ലി പാകിസ്ഥാൻകാരനാണ്. അദ്ദേഹം പറയണ്ട, അയാളുടെ അച്ഛൻ പാകിസ്ഥാനിലെ ഒരു നയതന്ത്ര പ്രതിനിധിയായിരുന്നു. അതൊക്കെ പാകിസ്ഥാനിലെ ഡിപ്ലോമാറ്റായിരുന്നു. അയാൾ അമേരിക്കയിൽ വെച്ച് ഒരു ക്രിസ്ത്യൻ സ്ത്രീയെ ലവ് ജിഹാദ് നടത്തി കല്യാണം കഴിക്കുന്നു. ഹെഡ്ലിയുടെ അച്ഛൻ ദാവൂദ് ഗിലാനി എന്ന് പറഞ്ഞ ഹെഡ്ലിയുടെ അച്ഛൻ ഒരു അമേരിക്കൻ സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. ആ കല്യാണം കഴിച്ചതിലുണ്ടായതാണ് ഈ ഹെഡ്ലി എന്ന് പറയുന്ന ദാവൂദ് ഗിലാനി. ഇയാൾ പിന്നെ പാകിസ്ഥാനിലേക്ക് പോകുന്നു, തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് പാകിസ്ഥാനിൽ കുറേ കാലം കഴിയുന്ന സമയത്ത് ഹെഡ്ലിക്ക് 5 ലഷ്കറിൻ്റെ ക്യാമ്പുകളിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എമ്പുരാൻ ഓർക്കണം. എമ്പുരാനകത്ത് ലഷ്കറിൻ്റെ ക്യാമ്പിൽ നിന്ന് പരിശീലനം കിട്ടിയ ആളാണ് സയ്യിദ് മസൂദ്, പൃഥ്വിരാജപ്പൻ. അപ്പോൾ കൃത്യസമയത്താണ് എമ്പുരാൻ എന്നുള്ള സിനിമ ഇറങ്ങിയ സമയത്താണ് അതുമായി ബന്ധമുണ്ട് എന്ന് പറയാവുന്ന തരത്തിലുള്ള സംഭവങ്ങളുടെ സൂത്രധാരനായ റാണയെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ റാണയുടെ കാര്യം ഞാൻ പറഞ്ഞു, റാണയും ഹെഡ്ലിയും തമ്മിലുള്ള ബന്ധം പറഞ്ഞു, ഹെഡ്ലി ആരാണെന്ന് പറഞ്ഞു, അവരുടെ സൈനിക സ്കൂളിൽ പഠിച്ച കാര്യം പറഞ്ഞു. ഇനി റാണ പാകിസ്ഥാൻ ആർമിയിലെ ക്യാപ്റ്റനായിരുന്നു, പാകിസ്ഥാൻ ആർമിയിലെ പട്ടാളക്കാരനായിരുന്നു, ക്യാപ്റ്റനായിരുന്നു, മെഡിക്കൽ കോറിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അത്രയായല്ലോ. അത് കഴിഞ്ഞ് ഇവർ വിദേശത്താണ്. അങ്ങനെ പാകിസ്ഥാനിൽ ജനിച്ച കനേഡിയൻ പൗരനായ റാണ ഇന്ത്യയിൽ വരുന്നു. റാണയ്ക്ക് കാനഡയിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഫസ്റ്റ് വേൾഡ് എമിഗ്രേഷൻ സർവീസസ് എന്നായിരുന്ന കമ്പനി. അയാൾ പാകിസ്ഥാനിൽ ജനിച്ച കാനഡക്കാരനാണ്. അയാൾ ബോംബെയിൽ വന്നിട്ടൊരു കമ്പനി തുടങ്ങുന്നു. ഈ കമ്പനി തുടങ്ങാനായിട്ട്, അതും എമിഗ്രേഷൻ സർവീസസ്, വിദേശത്തേക്കൊക്കെ പോകാൻ ആളുകളെ കയറ്റി അയക്കുന്ന പരിപാടിയാണ് എമിഗ്രേഷൻ സർവീസസ് തുടങ്ങുന്ന കമ്പനിയാണ് തുടങ്ങിയത്. അത് എമിഗ്രേഷൻ വകുപ്പിൻ്റെ അനുമതി വേണം. എമിഗ്രേഷൻ വകുപ്പ് എന്ന് പറയുന്ന വിദേശകാര്യ വകുപ്പിൻ്റെ കീഴിലാണ്. ശ്രദ്ധിക്കണം, വിദേശകാര്യ വകുപ്പിൻ്റെ കീഴിൽ. 2002 ഇയാൾ റാണ വന്ന് ഈ കമ്പനി തുടങ്ങുന്നത്. ഇന്ത്യയിൽ അയാൾ തുടങ്ങിയ കമ്പനിയുടെ പേര്, കാനഡ കമ്പനിയുടെ പേരുമായി ബന്ധമുള്ള കാനഡിയൻ കമ്പനിയുടെ പേര് ഫസ്റ്റ് വേൾഡ് എമിഗ്രേഷൻ സർവീസസ് എന്നായിരുന്നു. ഇന്ത്യയിൽ ബോംബെയിൽ അയാൾ തുടങ്ങിയ കമ്പനിയുടെ പേര് ഫസ്റ്റ് വേൾഡ് എമിഗ്രേഷൻ സർവീസസിൻ്റെ സബ്സിഡിയറി എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഈ സബ്സിഡിയറി കമ്പനിയിലേക്ക് ഇയാൾ ആരെ കൊണ്ടുവരുന്നു? ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ കൊണ്ടുവരുന്നു. ഹെഡ്ലിയുടെ രേഖകൾ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനിയാണ്, കനേഡിയൻ പൗരത്വം എടുത്ത ആളാണ്. അയാളുടെ അച്ഛൻ പാകിസ്ഥാനിൻ്റെ അമേരിക്കയിലെ ഡിപ്ലോമാറ്റായിരുന്നു, നയതന്ത്ര പ്രതിനിധിയായി. ഇത്രയും കാര്യങ്ങൾ വിദേശകാര്യ വകുപ്പിന് അറിയാൻ പറ്റും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ വന്നത്, ഗിലാനി റാണയെ കാണാനായിട്ട് വരുന്നത് പാകിസ്ഥാനിൽ നിന്ന് കിട്ടിയ തീരുമാനപ്രകാരം ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2002 മുതൽ 2008 വരെ ഇവർ ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 2008 ഈ കമ്പനിയൊക്കെ തുടങ്ങാൻ പറ്റുന്നു. 2006 2008 ഈ കമ്പനികൾ തുടങ്ങുന്നത്. അത് എമിഗ്രേഷൻ സർവീസസ്. അപ്പോൾ എമിഗ്രേഷൻ സർവീസസിൻ്റെ ഈ കമ്പനി തുടങ്ങുന്ന 2 വിദേശികൾ വരുമ്പോൾ അവരുടെ പാകിസ്ഥാൻ ബന്ധം, പാകിസ്ഥാൻ സൈനിക സ്കൂളിൽ പഠിച്ചവരാണ്, പാകിസ്ഥാനിലെ പട്ടാളത്തിലെ ക്യാപ്റ്റനായിരുന്നു
മറ്റൊരാളുടെ അച്ഛൻ പാകിസ്ഥാൻ്റെ ഡിപ്ലോമാറ്റ് ആയിരുന്നു എന്നുള്ള ഉറപ്പായിട്ടും വിദേശകാര്യ മന്ത്രാലയത്തിന് അറിയാം. അന്ന് UPA സർക്കാരാണ് ഭരിക്കുന്നത്. അന്ന് വിദേശകാര്യത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രിയുടെ പേര് ഇ അഹമ്മദ് എന്നായിരുന്നു. കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെ മന്ത്രി. മുസ്ലിം ലീഗിൻ്റെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന ഇ അഹമ്മദിൻ്റെ വകുപ്പറിയാതെ, വിദേശകാര്യ വകുപ്പ് അറിയാതെ, എമിഗ്രേഷൻ വകുപ്പ് അറിയാതെ റാണയും ഹെഡ്ലിയും ഇന്ത്യയിൽ വരത്തില്ല, ഇന്ത്യയിൽ സ്ഥാപനം തുടങ്ങത്തില്ല. ഇത് ഗുരുതരമായ പ്രശ്നമാണ്. അതീവ. കാരണം അവരിവിടെ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ ബോംബ് സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പാകിസ്ഥാനികളാണ്. പാകിസ്ഥാൻ പട്ടാളക്കാരനായിരുന്നു, ക്യാപ്റ്റനായിരുന്നു, പാകിസ്ഥാൻ മിലിറ്ററി സ്കൂളിൽ പഠിച്ചവരാണ്. ഒരാളുടെ അച്ഛൻ പാകിസ്ഥാൻ ഡിപ്ലോമാറ്റായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത്ര പോഴന്മാരൊന്നുമല്ല നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൽ ഇരിക്കുന്നത്. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിമാരുടെ ടേബിളിൽ അത് എത്തിയിട്ടുണ്ടാവും. ഇ അഹമ്മദ് അറിഞ്ഞിട്ടില്ലേ? അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇ അഹമ്മദ് പറയണം, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ മന്ത്രി എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവർ ഈ മേൽവിലാസത്തിൽ ഇവരവിടെ കമ്പനി തുടങ്ങിയിട്ട് മുംബൈയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫ് എടുത്തു, വീഡിയോ എടുത്തു, ബ്ലൂ പ്രിൻ്റ് എടുത്തു, എന്നിട്ട് പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുത്തു. പാകിസ്ഥാൻ പട്ടാളം എന്ത് ചെയ്തു? പാകിസ്ഥാൻ പട്ടാളം 10 ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്തു. ഒരു തീവ്രവാദ ബന്ധവുമില്ലാത്ത 10 ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം, നിങ്ങളിവിടെ തൊഴിലൊന്നും ഇല്ലാത്ത ചെറുപ്പക്കാരാണ്, നിങ്ങളിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ജീവിച്ചിരുന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനൊന്നും കിട്ടും, നിങ്ങൾ അവിടെ പോയി നിങ്ങൾ ഒരു ദൗത്യം നിങ്ങളെ ഏൽപ്പിക്കും, നിങ്ങൾക്ക് സൈനിക പരിശീലനം തരും, നിങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും, നിങ്ങൾക്ക് സ്വർഗം കിട്ടും, മരണാനന്തരം ഹൂറിമാരും മറ്റതൊക്കെയുള്ള പുഴയൊക്കെയുള്ള കിട്ടും, അതൊക്കെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ പോകണമെന്ന് 10 ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്തു. എന്നിട്ട് ഒരു ദുരൂഹത പിന്നെയും തീരുന്നില്ല. എന്നിട്ട് ഇവർ ഒരു ബോട്ടിൽ വരുവാണ്. ബോംബെ തീരത്ത് വരുമ്പോൾ ബോംബെ ഉൾക്കടലിലുണ്ടായിരുന്ന ഒരു മത്സ്യബന്ധന ബോട്ടിലെ ആളുകളെ വെടിവെച്ച് കൊന്നിട്ട് ഇവർ ആ ബോട്ടിൽ കയറി വർളി കടപ്പുറത്തോ കഫ് പരേഡിലോ മറ്റോ വന്നിറങ്ങുന്നു. ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ് കാണത്തില്ലേ? അതിനെക്കുറിച്ച് പറയുന്ന കഥകൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കണ്ടപ്പോൾ ഇവരെ മൈൻഡ് ചെയ്യണ്ട എന്ന് ആരുടെയോ നിർദ്ദേശം പോയി എന്ന് പോലും ഒരു കഥയുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടക്കണമായിരുന്നു. 166 പേർ കൊല്ലപ്പെട്ടു, 360 പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ 6 പേർ അമേരിക്കക്കാരായിരുന്നു. എന്നിട്ടോ തീർന്നില്ല. ഈ ഭീകരമായ രാജ്യം നടുങ്ങിപ്പോയ അതീവ ഭീകരമായ ഭീകരാക്രമണം നടന്നിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു പുസ്തകം പുറത്തിറങ്ങുന്നു. കേന്ദ്രമന്ത്രിയായിരുന്ന ദിഗ്വിജയ് സിംഗ് എഴുതിയ പുസ്തകത്തിൻ്റെ പേരെന്തെന്നറിയോ? 26/11 RSS കി സാസിഷ്. 26/11 മുംബൈയിൽ നടന്ന ഭീകരാക്രമം RSSൻ്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങി. അതായത് ഇന്ത്യയിലെ BJPയെയും ഇന്ത്യയിലെ RSSനെയും ഇന്ത്യയിൽ തലയിൽ ഇത് കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടന്നത്. പക്ഷേ ഈ ഭീകരാക്രമണം നടന്നപ്പോൾ തുക്കാറാം ഓംബ്ലെ എന്ന് പറയുന്ന മുംബൈ പോലീസിൻ്റെ ASI കൈക്ക് വെടിയേറ്റ് വീണ അജ്മൽ കസബ് എന്ന് പറയുന്ന ഭീകരനെ ജീവനോടെ പിടിച്ച് അവനെ കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം ചെയ്തപ്പോഴാണ് റാണയുടെ പേര്, ഹെഡ്ലിയുടെ പേര്, താൻ പാകിസ്ഥാനിയാണെന്നൊക്കെ പറഞ്ഞ് ഇവനെ എങ്ങനെ ഈ 10 പേരെ എങ്ങനെ അവർ വിട്ടെന്നറിയോ? നെറ്റിയിൽ സിന്ദൂരക്കുറി, കയ്യിൽ രാഹി, ചുവന്ന ചരടും വിട്ടത്. അപ്പോൾ ഇതിനകത്ത് വലിയ ആസൂത്രിതമായ പദ്ധതി ഉണ്ടായിരുന്നു. കാരണം BJP വളർന്നു വരികയാണ്, RSSൻ്റെ വളർച്ച. ഇതെല്ലാം കണ്ട് കോൺഗ്രസ്സുകാർ തീരുമാനിച്ചു ഈ ഭീകരാക്രമണം മലേഗാവ് ബോംബ് സ്ഫോടനത്തിന് ശേഷം ഇത് RSSൻ്റെ തലയിൽ വെച്ച് RSSനെയും BJPയും നിരോധിക്കാൻ ഹിന്ദു തീവ്രവാദം, ഹിന്ദു ടെററിസം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ഇന്ത്യയിൽ പോലും ഇന്ത്യക്കാരെ പോലും കൊല്ലാൻ ഹിന്ദു ഭീകര സംഘടനയായ RSS ശ്രമിക്കുമെന്ന് ഒരു തെളിവുണ്ടാക്കാൻ വേണ്ടി കൃത്രിമമായി കെട്ടിച്ചമച്ച ഒരു പദ്ധതി പാകിസ്ഥാൻ്റെ സഹായത്തോടെ ഇന്ത്യൻ ഏജൻസികളെ അകറ്റി നിർത്തി നടത്തിയ ഒരു സംഭവം. തുക്കാറാം ഓംബ്ലെ എന്ന് പറഞ്ഞ പോലീസുകാരൻ, ഇതൊന്നും അറിയാത്ത ആൾ, ഇവനെ പിടിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇവരെല്ലാം രക്ഷപ്പെട്ടു പോലും. ഇപ്പോൾ സ്ഫോടനം നടന്നിട്ട് ഒരാഴ്ച, സ്ഫോടനത്തിന് 10 ദിവസം മുമ്പ് റാണ ഇന്ത്യയിൽ നിന്ന് പോയി, ഹെഡ്ലി അതിനു മുമ്പ് പോയി. അവസാനം ഹെഡ്ലിയെ അവിടെ അമേരിക്ക പിടികൂടി. ഇപ്പം അമേരിക്ക ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം റാണ ഈ സ്ഫോടനം കഴിഞ്ഞ ഉടനെ ഹെഡ്ലിയെ വിളിച്ച് പറയുന്നു, ഇത്രയും പേര് മരിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇന്ത്യക്കാർ ഇത് അർഹിക്കുന്നുണ്ട്, ഇത്രയും പേരുടെ കൊലം, ഈ മുംബൈ ആക്രമണം അർഹിക്കുന്നുണ്ട്. അന്ന് മരിച്ചുപോയ നമ്മുടെ 9 വീരന്മാർക്കും പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സൈനിക ബഹുമതി കൊടുക്കണം എന്ന് റാണ പറയുന്നത് അമേരിക്ക ടെലിഫോൺ സംഭാഷണം ചോർത്തിയിട്ടുണ്ട്. ഈ റാണയെ ഇങ്ങോട്ട് കൊടുത്തു വിട്ടപ്പോൾ
ആ ഡോക്യുമെൻ്റ് കൂടെ നമ്മുടെ ഇന്ത്യൻ സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഹെഡ്ലിയെ പിടിക്കുന്നത്. ഹെഡ്ലിയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഹെഡ്ലിക്ക് ഈ കേസ് അനുസരിച്ച് ഹെഡ്ലിക്ക് അവിടെ വധശിക്ഷ കിട്ടും. അപ്പോൾ ഹെഡ്ലി പറഞ്ഞു, എന്താ വെച്ചാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനല്ല ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് റാണയാണ് എന്ന് പറഞ്ഞ് ഹെഡ്ലി ഒരു ഹെഡ്ലി എന്ന് പറഞ്ഞാൽ ദാവൂദ് ഗിലാനി മാപ്പ് സാക്ഷിയായിട്ട് റാണയുടെ പേര് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റാണയെ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഹെഡ്ലിക്ക് ഈ പറഞ്ഞ പോലെ മാപ്പ് സാക്ഷി ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ വധശിക്ഷ കൊടുക്കത്തില്ല. ഇപ്പോൾ 30 വർഷത്തെ തടവ് ശിക്ഷിക്കാൻ മറ്റോ വിധിച്ച് അയാൾ അവിടെ കിട്ടുകയാണ്. അയാളെ കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മാപ്പ് സാക്ഷി അപ്രൂവർ എന്നാണ് പറയുന്നത്. അപ്രൂവർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യവസ്ഥ പാലിച്ച് പിന്നെ അയാളെ വിട്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്ത്യ ആ ശ്രമം തുടരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് സെപ്റ്റംബർ 26-ന് സ്ഫോടനം നടന്നു. അതിന് 10 ദിവസം മുമ്പ് റാണ കൊച്ചിയിൽ വന്നിട്ടുണ്ട്. 10 ദിവസം മുമ്പ് റാണ കൊച്ചിയിൽ വന്നിട്ടുണ്ട്, കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ വന്നു. കേരളത്തിൽ നിന്നുള്ളൊരു വിദേശകാര്യമന്ത്രി അന്ന് ഡൽഹിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഈ ഫയൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം നിൽക്കുന്നു. അതിനും 1 മാസം മുമ്പ് ഒക്ടോബറിൽ കാശ്മീരിലെ കുപ്വാരയിൽ ഇന്ത്യൻ സൈന്യവുമായി ഏറ്റുമുട്ടി 6 മലയാളികൾ കൊല്ലപ്പെട്ടു. അവർ ലഷ്കർ ഇ തൈബയുടെ റിക്രൂട്ട് ചെയ്യപ്പെട്ട മലയാളികളായിരുന്നു. അതിനും മുമ്പ് ഈ സെപ്റ്റംബർ 10-ന് റാണ വന്നു പോകുന്നതിന് മുമ്പ് പലതവണ ഹെഡ്ലി കൊച്ചിയിൽ വന്നിട്ടുണ്ട്, കേരളത്തിൽ വന്നിട്ടുണ്ട്. എന്തിനു വന്നു? ആരെ കാണാൻ വന്നു? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ വന്നപ്പോൾ അയാളുടെ ഭാര്യയൊന്നുമല്ല, അയാളുടെ കൂടെ കൊച്ചിയിൽ ഒരു സുന്ദരി ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വന്ന് കേരള രാഷ്ട്രീയത്തെ കൂടെ ബാധിക്കുന്ന തരത്തിലേക്ക് റാണയുടെ മുംബൈ ഭീകരാക്രമണം മാറാൻ പോവുകയാണ്. നമ്മുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന മലയാളിയായിരുന്ന ഒരാളുടെ ടേബിളിൽ ഇവർ വിദേശികളാണ്, പാകിസ്ഥാൻ ബന്ധമുള്ളവരാണ്, പാകിസ്ഥാൻ സൈനികരാണ് എന്നത് അറിയില്ലായിരുന്നോ? അതോ വിദേശകാര്യമന്ത്രി അറിഞ്ഞില്ലേ? അതോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് ഭാവിച്ചതാണോ എന്നൊക്കെ ആളുകൾ ചോദിക്കാൻ അവസരം ഉണ്ടാവുകയാണ്. കാരണം അന്ന് ഇത് മുഴുവൻ കോൺഗ്രസിൻ്റെ ഒരു അജണ്ട, UPA സർക്കാരിൻ്റെ അജണ്ട കൂടിയായിരുന്നു ഇത് BJPയുടെ തലയിൽ വെക്കുക. ചില പേരുകളുണ്ട്, ശിവരാജ് സിംഗ് പാട്ടീൽ, വിനോദ് സിംഗ്, സുശീൽ കുമാർ ഷിൻഡെ തുടങ്ങിയ ആളുകളെല്ലാം അന്ന് ഈ കോൺസ്പിറസി തിയറി, ഇത് RSS ആണ്, ഹിന്ദുക്കൾ തന്നെയാണ്, ഹിന്ദു തീവ്രവാദികളാണ് മുംബൈ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞു. അമേരിക്കയിൽ ഹെഡ്ലി പിടികൂടിയില്ലായിരുന്നെങ്കിൽ, അമേരിക്കൻ പോലീസിനോട് FBIയോട് ഹെഡ്ലി പാകിസ്ഥാൻ ബന്ധം പറഞ്ഞില്ലായിരുന്നെങ്കിൽ, റാണയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അജ്മൽ കസൽബിനെ ജീവനോടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപക്ഷെ ഇന്ത്യയിൽ BJP നിരോധിക്കപ്പെട്ടേനെ, RSS നിരോധിക്കപ്പെട്ടേനെ, അന്നത്തെ RSSൻ്റെ മേധാവി ജയിലിൽ കിടന്നേനെ. അത്ര വലിയ RSSൻ്റെയും BJPയുടെയും വളർച്ച കണ്ട് അതിന് തടയിടാൻ വേണ്ടി ഇന്ത്യൻ സർക്കാർ, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയിലെ കോൺഗ്രസ്, ഇന്ത്യയിലെ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ നടത്തിയ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഒക്കെ അടങ്ങുന്ന ഈ സംഘത്തിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണോ പാകിസ്ഥാൻ തീവ്രവാദികൾ മുംബൈയിൽ ആക്രമണം നടത്തിയത് എന്ന ചോദ്യം സജീവമാണ്. പിന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, വല്ലാത്തൊരു താല്പര്യമാണ് നരേന്ദ്രമോദി ഈ കേസിൽ കാണിക്കുന്നത്. എത്ര തവണ അജിത് ഡോവൽ, നമ്മുടെ ജയശങ്കർ എല്ലാം അമേരിക്കയ്ക്ക് പോയി, ട്രംപ് വരാൻ കാത്തിരുന്നു. ട്രംപ് വന്നതിന് ശേഷം റാണയെ കിട്ടിയിരിക്കുന്നു, നിർണായകമായ തെളിവ് കിട്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇതിൻ്റെ നൂലാമാലകൾ അഴിച്ചെടുത്തു വന്നാൽ ആരെയൊക്കെ തേടി, ഏതെല്ലാം രാഷ്ട്രീയ പ്രവർത്തകർ, ഏതെല്ലാം കോൺഗ്രസ്സുകാർ അന്ന് ഒത്താശ ചെയ്ത സർക്കാരിലെയും അല്ലാത്തെയും ആളുകളെ തേടി NIA വരില്ല എന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി രാജ്യത്തെ എങ്ങനെയും ദ്രോഹിക്കാൻ തയ്യാറാവുന്നവരാണ് കോൺഗ്രസ്സുകാരും. കോൺഗ്രസിൻ്റെ കൂടെ അന്ന് നാട് ഭരിച്ചവരും എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമായി മുംബൈ ഭീകര ആക്രമണ കേസ് മാറുകയാണ്. മുംബൈ സ്ഫോടനം കഴിഞ്ഞിട്ടില്ല, അതിലും വലിയ രാഷ്ട്രീയ സ്ഫോടനം ഇനി വരാനിരിക്കുകയാണ്. മലയാളി മന്ത്രിക്ക് ഇതിൽ എന്തു പങ്കാണുള്ളത് എന്ന് വിശദീകരിക്കേണ്ടി വരും ഉറപ്പായിട്ടും. കാരണം അല്ലെങ്കിൽ സഹമന്ത്രിയായിരുന്ന എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയേണ്ടി വരും, അദ്ദേഹത്തിൻ്റെ പാർട്ടി പറയേണ്ടി വരും. ഏതായാലും കാര്യങ്ങൾ അത്ര ലളിതമല്ല. എവിടെയും എന്തിലും ഒരു മലയാളി പങ്കുണ്ടല്ലോ. സിന്ധു സൂര്യകുമാർ പറയുന്ന പോലെ നമ്പർ 1 കേരള സാർ.